പള്ളത്തി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിപ്പോ ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡിയായി ഒരുങ്ങി പോണത് ഒരു തമിഴ് ഫാമിലിയുടെ മാരേജ് ഉണ്ട്. പൊള്ളാച്ചിയിലാണ് മാരേജ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കല്യാണ വിശേഷങ്ങൾ എല്ലാം ഈ വീഡിയോയിലൂടെ കാണാം. മാക്സിമം വീഡിയോസ് ക്യാപ്ചർ ചെയ്ത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും താലികെട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. അവിടെ പെൺകുട്ടി നമ്മളെപ്പോലെ ഇങ്ങനെ പട്ടിൻ്റെ സാരിയൊന്നുമല്ല അവർ ഉടുത്തിട്ടുണ്ടായിരുന്നത്. നോർമൽ കൈത്തറിയുടെ കോട്ടൻ്റെ നോർമൽ ഒരു യെല്ലോ കളർ സാരിയാണ് കേട്ടോ. യെല്ലോ കളർ അവരുടെ കഷ്ടമാണെന്നാണ് പറഞ്ഞത്. യെല്ലോ കളർ തന്നെ കെട്ടുന്ന സമയത്ത് ഇടണം എന്നുള്ളത്. പയ്യനാണെങ്കിലും യെല്ലോ കളർ മുണ്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഷർട്ട് വൈറ്റ് കളറാണ്. തലയിലൊരു തൊപ്പിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പയ്യൻ്റെ കാലയിൽ മിഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. രണ്ട് വിരലിലും ഈ കാൽമിഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ താലിയാണെങ്കിലും നമ്മളെപ്പോലെ ഇങ്ങനെ യെല്ലോ ത്രെഡിലല്ല സ്റ്റാർട്ടിങ് കെട്ടുന്നത്. ഒരു റെഡ് കളർ ത്രെഡ് ആയിരുന്നു. കുങ്കുമം തേച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ ഒത്തിരി നേരം അവിടെ നിന്നില്ല. കാരണം വയറ് കാലിയാക്കിയിട്ടാണല്ലോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം ഫുഡ് അടിക്കാനായിട്ട് പോയി. അപ്പോൾ അവിടെ ഈ ദോശ, ഇഡ്ഡലി, വട, പൊങ്കൽ, പിന്നെ ഈ ഉപ്പുമാ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാമ്പാർ, ചട്നി. അപ്പോൾ അതെല്ലാം നല്ല വയറ് നിറച്ചും അടിച്ച് കയറ്റി. ചേട്ടൻ പിന്നെ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് എങ്ങോട്ടും നോക്കില്ല. ഫുഡിലേക്ക് മാത്രമായിരുന്നു ശ്രദ്ധ. അപ്പോൾ ഞാൻ ഇങ്ങോട്ടൊന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. അത് കഴിഞ്ഞു കൈ കഴുകാനായിട്ട് പോയിട്ടോ. ഞാൻ ഓൾറെഡി കൈ കഴുകി. അപ്പോൾ ചേട്ടൻ ഈ കൈ കഴുകുന്ന വീഡിയോ എന്തിനാ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പാട്ടോ ഞാൻ എടുത്തത്. ഈ പൈപ്പിൻ്റെ സെറ്റിങ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ നമ്മൾ എവിടെ പോലും ഞാൻ ഇതുവരെ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ കണ്ടേക്കുന്നത് നമ്മുടെ ഭാഗത്തേക്ക് തിരിച്ചിട്ടല്ലേ പൈപ്പ് ഉണ്ടായിരിക്കുക. അപ്പോൾ വെള്ളം നമ്മുടെ മേത്തേക്ക് തെറിക്കുന്ന പോലെ ആയിരിക്കും. ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് എടുത്തത്. ഇതായിരുന്നു കേട്ടോ മണ്ഡപത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുള്ളും തെങ്ങും തോപ്പൊക്കെ ആയിട്ട് ഒരു വലിയൊരു ഈ തെങ്ങും തോപ്പിനകത്തുള്ള ഒരു മണ്ഡപമായിരുന്നു. പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. ആ ചുറ്റുപാടും ഒക്കെ ആണെങ്കിലും ഭയങ്കര ക്ലീൻ ആയിരുന്നു. ഞാൻ വിചാരിച്ചു കുറച്ച് ഉള്ളിലേക്ക് ആകുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും, വരുന്ന വഴിയൊക്കെ കുറച്ച് ഉള്ളിലേക്കായിരുന്നു എങ്ങനെ ഉണ്ടാവുന്നത്. പക്ഷേ നല്ല നീറ്റായിരുന്നു. ഇത് നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന, അതായത് ഇങ്ങോട്ടേക്ക് ഓഡിറ്റോറിയത്തിനകത്തേക്ക് വരുന്ന വഴിയാണ് കേട്ടോ. കണ്ടോ അവിടെ ചെയറുകളൊക്കെ പറഞ്ഞാൽ നമ്മുടെ ടയറുകളൊക്കെ ഉപയോഗിച്ച് മരത്തിൻ്റെ കമ്പൊക്കെ ഇട്ടിട്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇങ്ങനെ ഉഴിഞ്ഞിറക്കി അങ്ങനത്തെ കമ്പല്ല, കമ്പുകൾ ആ വളവൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാനങ്ങനെ എവിടെയും അങ്ങനെ ഒരു മണ്ഡപത്തിൽ അങ്ങനെയൊന്നും ഇപ്പം അടുത്ത കാലത്തൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ചേട്ടനതിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇരുന്ന് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കണ്ട മറ്റൊരു പ്രത്യേകതയാണ് ഈ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഈ കാറും ജീപ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ മണ്ഡപത്തിൻ്റെ ഫ്രണ്ട് പോർഷനാണ് കേട്ടോ. നമ്മൾ ഉള്ളിലേക്ക് എൻ്റർ ആവുന്നതിനേക്കാളും മുന്നിലുള്ള ഭാഗമാണ്. ഇതുപോലെ ഒരു പീരങ്കിയും പിന്നെ കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ലൈഡിങ് കാര്യങ്ങളും ഒക്കെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രില്ലിട്ട് തന്നെ അകത്തേക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ അതാ ഞാൻ പറഞ്ഞ മറ്റേ കാറും ജീപ്പും കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ, കുട്ടികൾക്ക് അറിയാതിരിക്കാനും മറ്റൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് തികച്ചും യാദൃച്ഛികമായിട്ട് എടുത്തൊരു ഫോട്ടോ ഒന്നുമല്ല, ഞാൻ പറഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അത് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ഒരു കാളവണ്ടിയുടെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പഴയത്. അപ്പോൾ അതിലേക്കൊക്കെ കയറിയിരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എങ്ങനെയുണ്ടെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ കുറേ നേരം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് വീഡിയോസ് എടുത്തത് പെണ്ണും ചെക്കനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അവർ മണ്ഡപത്തിലേക്ക് എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്ത് തന്നെയായിരുന്നു ആ അമ്പലം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഗ്യാപ്പിലാണ് ഞങ്ങൾ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറേ നേരം എടുത്ത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു എൻ്റെയും ഒരു വീഡിയോ ഒന്ന് എടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പം ആ കള്ളവണ്ടിയുടെ അകത്തുകൂടി ചേട്ടൻ നിന്നിട്ട് ഞാനൊരു വീഡിയോ എടുത്തു. ഇത് ഇനിയിപ്പോൾ കാണിക്കുന്നത് ഈ മണ്ഡപത്തിൻ്റെ വെളിഭാഗം, നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വന്ന സൈഡ് പോർഷനൊക്കെയാണ് കേട്ടോ. നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഭയങ്കര നല്ല സ്പേസുള്ള സ്ഥലം, പാർക്കിംഗ് സ്പേസ് നിറച്ചുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തോരം വിശാലമായിട്ടാണ് കിടക്കണേ എന്നുള്ളത്. ഈ കാണുന്നത് ഒരു ചെറിയൊരു സ്റ്റേജ് പോലെയുള്ള ഒരു ഹാർട്ടൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു സ്റ്റേജാണ്. നമുക്ക് ചെറുതായിട്ടുള്ള ഹൽദി ഫംഗ്ഷൻസോ ബർത്ത്ഡേ ഫംഗ്ഷൻസുകളോ അങ്ങനെ എന്തെങ്കിലും റിസപ്ഷൻസൊക്കെ നടത്താനായിട്ടുള്ള ഔട്ട്ഡോർ സ്റ്റേജ് മാതിരി ഒരു സ്റ്റേജാണ്. അതും കാണാൻ നന്നായിട്ടുണ്ടായിരുന്നു. സിമ്പിളായിരുന്നു, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ ഊഞ്ഞാലിൻ്റെ സെറ്റപ്പൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ നേരത്തെ കുറച്ച് മുന്നേ വന്നപ്പോൾ അവിടെ ഊഞ്ഞാലിൽ കുറേ പിള്ളേർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആടാൻ പറ്റിയില്ല. അപ്പോൾ ചേട്ടൻ അവിടെ കാലിയായപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചാണ്. അപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു ഊഞ്ഞാലാടുമ്പോൾ ചേട്ടനോട് എന്തോ പറയുന്നുണ്ടായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിക്കുന്നതാണ്. നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ആടി. അപ്പം നേരത്തെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനെ തിരക്കൊക്കെ ഒഴിഞ്ഞപ്പം സമാധാനത്തിൽ ഇരുന്ന് ഞാൻ കുറച്ച് നേരം ഇരുന്ന് ആടുന്നുണ്ടായിരുന്നു. അപ്പോൾ പെണ്ണും ചെക്കനൊക്കെ അമ്പലത്തിൽ നിന്ന് മണ്ഡപത്തിലേക്ക് വന്നു കേട്ടോ. ഇതവരുടെ ചടങ്ങുകളാണ്. മറ്റേ ആരതി എടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ചടങ്ങാണ്. അപ്പോൾ
ചെറുക്കൻ്റെ പെങ്ങന്മാരാണ് ഈ ആരതിയൊക്കെ എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഒരാളാണ് ആ സ്കേർട്ട് ഇട്ടിട്ടുള്ളൊരു കുട്ടീൻ്റെ, അവളാണ് ഒറിജിനൽ പെങ്ങൾ. ബാക്കിയൊക്കെ ഈ പെങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പെങ്ങന്മാരുടെ സ്ഥാനത്ത് അവരാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ആരതി എടുക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരു കുഞ്ഞു കുട്ടീനെ ഈ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും കയ്യിലേക്ക് ഇവർ കൊടുക്കും. അപ്പോൾ അവരത് കുറച്ച് നേരം ആ കുട്ടീനെ ഇങ്ങനെ പിടിച്ച് നിന്നിട്ട് വീണ്ടും തിരിച്ചു കൊടുക്കുന്നൊരു ഇതവിടെ കണ്ടു കേട്ടോ. ഞാൻ എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല, അത് എന്തിനാന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഉണ്ടോ രണ്ടുപേരും കുട്ടീനെ പിടിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ അച്ഛൻ എന്ത് ചെയ്തു, ആ പെൺകുട്ടിയുടെ ആ മാല ഉണ്ടല്ലോ, പൂമാല, അതിൽ നിന്ന് ആ പൂവിൻ്റെ ഒരു കുറച്ച് ഇങ്ങനെ പിച്ചെടുത്തിട്ട് അവരെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഈ കാല് കഴുകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും മാത്രമൊന്നുമല്ല, അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന രണ്ടുപേരും, അപ്പുറത്തൊരു ലേഡി നിൽക്കുന്നുണ്ട്, ഇപ്പുറത്തൊരാൾ നിൽക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരുടെയും കാലും അവർ കഴുകുന്നുണ്ടായിരുന്നു, പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും കൂടാതെ. പിന്നെ പൊട്ടൊക്കെ വെച്ച് കൊടുക്കുന്നതും ഇവർക്കും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവരുടെ രീതി, ആ ഓരോ ഭാഗത്ത് ഓരോ രീതികളല്ലേ, അപ്പോൾ അതാണ്. അപ്പോൾ അവർ കാലൊക്കെ നല്ല ഇതാക്കി കഴുകിയൊക്കെ കൊടുത്ത് അതിന് ശേഷമാണ് അവർ പിന്നെ ആരതി എന്നുള്ള അതിലേക്ക് പോണത്. ഈ സ്കേർട്ട് ഇട്ട് നിൽക്കുന്ന ആളാണ് പയ്യൻ്റെ സിസ്റ്റർ, ബാക്കിയുള്ളവർ ആ സിസ്റ്ററുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അവർ ആരതിയുടെ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നില്ലേ, ഇങ്ങനെ ആരതിയുടെ തട്ടിലേക്ക് ഇങ്ങനെ പൈസ വെച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, പൈസ വെക്കുക അല്ലാതെ വെച്ചത് പോരാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തമാശയായിട്ട് അവർ പറയുന്നുണ്ട് ആരതി എടുക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ പയ്യനെ തട്ടിലേക്ക് പൈസയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവർ ഉള്ളിലേക്ക് കയറിയപ്പോൾ നമ്മൾ കൂടെ പിന്നെ ഫോട്ടോ എടുത്തു. ഇവർ ഈ ഡ്രസ്സൊന്നും ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. അവിടെ നിന്ന് തന്നെ പെൺകുട്ടിയുടെ ഏതോ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരിക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിട്ട് പിന്നെ ഒരുപാട് നേരം അവിടെ നിന്നില്ല. പിന്നെ ഉച്ചയ്ക്കലത്തെ കാര്യത്തിനൊന്നും ഞങ്ങളവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞു ഏകദേശം അവിടുത്തെ ചടങ്ങൊക്കെ. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോളൂ. സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. രാവിലെ സാരി ഉടുത്തിട്ട് തനിച്ച് നിന്ന് ഷോ ഒന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ചു വന്നിട്ടാണ് എടുത്തത്. ഇഷ്ടമായെന്നൊന്ന് കമൻറ്റ് ചെയ്യാട്ടെ എല്ലാവരും.